ിനെതിരായ പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിവാദപരവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവന നടത്തിയെന്ന പരാതിയിലാണ് കോടതി ഇടപെടൽ. സ്വരാജിന്റെ 2018 പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരാതി നൽകിയത്. പ്രതികരണത്തിലേക്ക്. ആഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആൾ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? ഷമീർ വിവരങ്ങളുമായിട്ടുണ്ട്. ഷമീർ, അന്ന് നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് എം സ്വരാജ് ചോദിക്കുന്നു. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ ഇവിടുത്തെ ഒരു വിഭാഗം വരുന്ന വിശ്വാസി സമൂഹം കൂട്ടായിരുന്നില്ല. പരാതികൾ ചെന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? കോടതി നടപടി എങ്ങനെയാണ്? 2018 ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രസംഗം എറണാകുളത്ത് എം സ്വരാജ് നടത്തിയത്. ദേശാഭിമാനിയുടെ പരിപാടിയിലാണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഈ പ്രസംഗത്തിൽ പറയുന്നത് അയ്യപ്പന്റെ നിത്യബ്രഹ്മചാരം അവസാനിച്ചു, മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിച്ചു തുടങ്ങിയ പരാമർശങ്ങളാണ് നടത്തിയത്. അന്ന് തന്നെ ഇത്തരത്തിൽ ഈ പ്രസംഗം വിവാദമാവുകയും ചെയ്തു. പലരും പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിൽ പോയെങ്കിൽ പോലും പരാതി എടുത്തില്ല. കഴിഞ്ഞ 10 ദിവസം മുമ്പാണ് ഈ പ്രസംഗത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ കൊല്ലം വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ ഈ പരാതി ഓൺലൈൻ വഴി നൽകുകയും ചെയ്തത്. ഈ പരാതിക്ക് മേളിൽ പോലീസിനോട് ഇപ്പോൾ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് തേടിയ ശേഷം ഈ പരാതിക്ക് മേളിൽ എഫ്ഐആർ അടക്കമുള്ള നടപടികൾ കോടതി സ്വീകരിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഓക്കെ, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്.